നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ 100 അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. സൈറ്റ് 6 സൈറ്റ് 11A എന്നിവിടങ്ങളിൽ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ 16 വർഷത്തിലേറെയായി നടന്നതായി ആരോപിക്കപ്പെടുന്ന കൊലപാതകങ്ങൾ നടന്ന കേസിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക തെളിവുകളാണ്. സ്ഥിരീകരണത്തിനായി ഫോറൻസിക് വിദഗ്ധർ സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ്. ചൊവ്വാഴ്ച ഇതേ സ്ഥലത്ത് നടത്തിയ കുഴിയെടുക്കലിൽ നിന്ന് പുതിയ കണ്ടെത്തലുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യം അടയാളപ്പെടുത്തിയ 15 സ്ഥലങ്ങളിൽ നിന്ന് 12ഉം 13ഉം സൈറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ ആവശ്യമെങ്കിൽ തിരച്ചിൽ മേഖല വികസിപ്പിക്കാൻ അവർ തുറന്നിരിക്കുന്നുവെന്ന് SIT വൃത്തങ്ങൾ അറിയിച്ചു. മഴ തുടരുന്നത് പ്രവർത്തനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഖനനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരാകുന്നു. എന്നിരുന്നാലും പരാതിക്കാരിൽ ഒരാളുടെ അഭിഭാഷകർ ഇന്നലെ സൈറ്റ് 11A നിന്ന് കുറഞ്ഞത് 3 മനുഷ്യാവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. കുത്തനെയുള്ള ഒരു കുന്നിന് മുകളിൽ നടത്തിയ കുഴിയെടുക്കലിൽ നിന്ന് അവശിഷ്ടങ്ങൾ ലഭിച്ചതായും അതിൽ ഒന്ന് സ്ത്രീയുടേതാണെന്നും ആരോപിക്കപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു. അതേ സ്ഥലത്ത് നിന്ന് ഒരു സാരിയും കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട്. ഓപ്പറേഷനിൽ അത്തരം അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ല അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത പോലീസ് വൃത്തങ്ങൾ അവകാശവാദം തള്ളിക്കളഞ്ഞു. 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മഞ്ജുനാഥൻ SIT ശ്രമങ്ങളെ പ്രശംസിക്കുകയും പരാതിക്കാരനായ ഭീമയ്ക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തു. മുൻ അളവിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത് അശാസ്ത്രീയവും അർത്ഥശൂന്യവുമായിരിക്കും, അഭിഭാഷകൻ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞു. SITയുടെ വഴക്കവും ടീമിന്റെ ഇതുവരെയുള്ള പ്രവർത്തനവും പ്രശംസനീയമാണ്. കേസിലെ പ്രധാന കുറ്റവാളി മുൻ ശുചീകരണ തൊഴിലാളിയുമായ ഇദ്ദേഹം 1998നും 2014നും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ നിർബന്ധിച്ചുവെന്ന് ആരോപിക്കുന്നു. 1998നും 2014നും ഇടയിൽ ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്ന സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ തന്നെ നിർബന്ധിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ശ്മശാന സ്ഥലങ്ങൾ നേത്രാവതി നദിയുടെ തീരത്തും ദേശീയപാതയിലും ധർമ്മസ്ഥലയിലെ സമീപ വനപ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. പലവരുടെയും വിചാരം ധർമ്മസ്ഥലയിലുള്ളത് അമ്പലം മാത്രമെന്നാണ്. എന്നാൽ അവർക്ക് STM കോളേജ്, STM ഹോസ്പിറ്റൽ, STM സ്കൂൾ എന്നു തുടങ്ങി പല ബിസിനസ് മേഖലകളിലും അവർക്ക് കൈയുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും STM വ്യാപിച്ചു കിടക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.